عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബിദ്അത്തുകളെ സംബന്ധിച്ചാണ്, പുത്തനാചാരങ്ങളെ പറ്റി. പരിശുദ്ധ ഇസ്ലാം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല പൂർത്തീകരിക്കുകയുണ്ടായി. ശിർക്ക് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന തിന്മയാണ് ബിദ്അത്ത് എന്നുള്ളത്. സ്വർഗത്തിലേക്ക് നരകത്തെ തൊട്ട് വിലക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. ഒരാളുടെ ജനനം മുതൽ അയാളുടെ മരണം വരെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സകല നന്മകളും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട എല്ലാവിധ തിന്മകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനി ആ ഇസ്ലാമിലേക്ക് നമ്മുടെ വകയായി ഒന്നും തന്നെ കൂട്ടാനോ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാനോ ഇല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ പ്രസംഗങ്ങളിലും അതിന്റെ ആമുഖത്തിൽ
സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദിൻ വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറിയാൽ തന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഇപ്രകാരം പറയും: ഏറ്റവും ഉന്നതമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തത് ഹദീസുകളാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്തുകളും അതെല്ലാം വഴികേടാണ്. എല്ലാ ബിദ്അത്തുകളുടെയും പര്യവസാനം നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ പ്രസംഗങ്ങളിലും പരാമർശിക്കുമായിരുന്നു എന്നാണ്. ബിദ്അത്തുകൾക്ക് ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവുമില്ല എന്നാണ്. ഇസ്ലാമിൽ ഒരു മത നിയമം ഉണ്ടാക്കാൻ, ഒരു സൽക്രമം നിശ്ചയിക്കാനുള്ള അധികാരം അത് അല്ലാഹുവിന് മാത്രമാണ്. നമസ്കാരം എന്നുള്ളത് ഒരു ഇബാദത്താണ്, ഒരു സൽക്രമമാണ്. അത് എങ്ങനെയാകണമെന്നും ആ സൽക്രമത്തെ പറ്റിയിട്ടുള്ള എല്ലാവിധ അറിവുകളും അല്ലാഹുവാണ് നിർമ്മിക്കുന്നത്. പിന്നീട് പ്രവാചകന്മാരിലൂടെ അത് ആളുകൾക്ക്, മനുഷ്യർക്ക് പകർന്നു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു കർമ്മം നിർമ്മിക്കാനുള്ള അധികാരം അത് അല്ലാഹുവിന് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രമാണങ്ങളിൽ ഇല്ലാത്ത, ജനങ്ങൾ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്തുകളെ പറ്റി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. സഹാബികളോട് പറയുകയാണ്, ഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ. പുത്തൻ ആചാരങ്ങളെ ഇസ്ലാമാണ് എന്ന് കരുതി ഇസ്ലാമിന്റെ പേരിൽ നിർമ്മിക്കുന്ന പുത്തൻ ആചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും തനിക്ക് തോന്നിയ കാര്യങ്ങൾ ദീനിന്റെ പേരിൽ നിർമ്മിച്ചാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇതാണ് ബിദ്അത്തുകളോടുള്ള ഒരു മുസ്ലിമിന്റെ സമീപനം. പുത്തനാചാരങ്ങൾ ദീനിന്റെ പേരിൽ ഓരോ ആളുകൾ ഓരോ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് കൃത്യമായി ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഹൗദുൽ കൗസർ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് പരലോകത്ത് പ്രത്യേകമായ ഒരു പരിഗണനയുണ്ട്. സൂര്യൻ ഒരു ചാണിനു മീതെ കത്തിജ്വലിക്കുമ്പോൾ ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ഒരു തണൽ ലഭിച്ചിരുന്നെങ്കിൽ, കുടിക്കാൻ വേണ്ടി അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷത്താണ് ഹൗദുൽ കൗസറിന്റെ വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കുടിക്കാൻ നൽകപ്പെടുക. അത് എല്ലാവർക്കും ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരു പാനീയം. ആരെങ്കിലും അല്പം അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. അത് എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും കുടിക്കാൻ നൽകപ്പെടും. ബിദ്അത്തുകൾ ചെയ്യുന്ന, പുത്തൻ ആചാരങ്ങൾ പ്രവർത്തിക്കുന്ന
ആളുകൾക്ക് അതിൽ നിന്ന് ഒരല്പം പോലും കുടിക്കാൻ നൽകപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു. വേറൊരു സംഭവം, പ്രവാചകർ പറയുകയാണ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സത്യവിശ്വാസികളായ ആളുകളുടെ കർമ്മങ്ങൾ എന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. ആ ഒരാഴ്ചയിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തിന്മകളും തൗഹീദുള്ള ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. അവർ ആ ആഴ്ചയിൽ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാവിധ നന്മകളെയും അല്ലാഹു തആല സ്വീകരിക്കും. 3 വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയോ അവരുടെ അമലുകൾ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. ഏതൊക്കെയാണ് ആ 3 വിഭാഗങ്ങൾ? ഒന്ന്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടവരാണ്, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ. അവർക്ക് അവരുടെ കർമ്മങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കുകയോ അവർക്ക് പുറത്തു കൊടുക്കുകയോ ചെയ്യുകയില്ല. രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ. ഇങ്ങനെ 3 വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല എന്ന്. ബിദ്അത്തുകാരായ ആളുകൾ അവർ നല്ലതല്ലേ എന്ന് വിചാരിച്ചു, ഒരു സ്വലാത്തല്ലേ, ഒരു ദിക്റല്ലേ, വിശുദ്ധ ഖുർആനിന്റെ പാരായണമല്ലേ, ഒരു റക്അത്ത് അധികമായി കൊണ്ട് നമസ്കരിക്കുകയല്ലേ എന്ന് വിചാരിച്ച്, നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് അവർ സൽക്കർമ്മം ചെയ്യുക. നല്ലതായ കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും തൗബ ചെയ്യാറില്ല. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ തൗബയില്ല എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു വിഭാഗം ആളുകൾ അല്പം ഈത്തപ്പഴത്തിന്റെ കുരുവുമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അവരെ നോക്കിയപ്പോൾ അവർ ചെയ്യുന്നത് ദിക്റുകൾ ചൊല്ലുന്നു. ദിക്റുകൾ ചൊല്ലുന്നതോടൊപ്പം ഓരോ ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്ത് ഒരു കുഴിയിലേക്ക് നിക്ഷേപിക്കുകയാണ്. ദിക്റുകൾ ചൊല്ലുന്നു, ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്ത് ഒരു കുഴിയിലേക്ക് അവരിങ്ങനെ ഇടുകയാണ്. ഇത് കണ്ടപ്പോൾ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായി. അവർ ചെയ്യുന്നത് ദിക്ർ ചൊല്ലുകയാണ്, അതിലൊരു തിന്മയും അവർ കാണുന്നില്ല. ഈ സമയത്ത് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അവരെ ആട്ടിപ്പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്രവാചകർ ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയിട്ട് അധിക നാളായിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിയിട്ടില്ല, വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. അതിന്റെ മുമ്പ് പുത്തൻ ആചാരങ്ങൾ ദീനിലേക്ക് നിങ്ങൾ കടത്തിക്കൂട്ടുകയാണോ എന്നാണ് അദ്ദേഹം അവരോട് ചോദിച്ചത്. നമ്മുടെ മുസ്ലിം സമുദായത്തിലേക്ക് നല്ലതല്ലേ, ഒരു ദിക്ർ ചൊല്ലല്ലേ, അങ്ങനെ നല്ലതല്ലേ എന്ന പേരിൽ ഒട്ടനവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരുപാട് ബിദ്അത്തുകൾ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ ഖാലിദീന ഫീഹാ അബദ. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോട്, പ്രവാചക ചര്യകളോട് ആരെങ്കിലും വിമുഖത കാണിക്കുകയാണ് എങ്കിൽ അവന്റെ സങ്കേതം നരകമാണ്. ആ നരകത്തിൽ അവൻ കാലം നിത്യവാസിയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകർ പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ. അതാണ് നമ്മുടെ കാതൽ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ അതാണ്. ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. തറക്തു ഫീക്കും അംറൈൻ. ആ 2 കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലമത്രയും വഴിപിഴക്കുകയില്ല. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. രണ്ടാമത്തേത് വസുന്നത റസൂലി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്. ഈ 2 കാര്യങ്ങൾ ഒരാൾ മുറുകെ പിടിക്കുന്ന കാലമത്രയും ഒരിക്കലും വഴിപിഴക്കുകയില്ല എന്ന്. അതിനെയാണ് നമ്മൾ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിത മാർഗരേഖ അതാണ്. നമ്മൾ നാടുകളിൽ ഒരുപാട് പുത്തൻ ആചാരങ്ങളും ബിദ്അത്തുകളും കാണുമ്പോൾ ഇത് പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം.
ഇത് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട ചര്യയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ബിദ്അത്തുകളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില പ്രദേശങ്ങളിലൊക്കെ 1 കോടി സ്വലാത്ത് ചൊല്ലുന്നു. നമ്മളൊക്കെ കാണുന്ന പരസ്യമാണ്. 1 കോടി സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് വീടുകളിലേക്ക് കത്തുകൾ അയക്കണം. നിങ്ങളുടെ വീട്ടിൽ 10,000 സ്വലാത്ത് ചൊല്ലണം, അതിന്റെ സമയം നിശ്ചയിക്കും. എന്നിട്ട് ആളുകൾ വീട്ടിൽ കൂടിയിരുന്നു കൊണ്ട് 10,000 സ്വലാത്തുകൾ ചൊല്ലുകയാണ്. നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതിന് എതിരല്ല. എത്ര ദിക്റുകൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. പക്ഷെ ആ രൂപത്തിലുള്ള ഒരു ചര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു ബിദ്അത്ത് നമ്മൾ കാണുമ്പോഴും ഓരോ നാടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പല രൂപത്തിലുള്ള ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നാട്ടിൽ നടക്കുന്നതല്ല മറ്റൊരു പ്രദേശത്ത് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ നമ്മൾ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഇത് പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മുടെയൊക്കെ കർമ്മങ്ങളിൽ ഈ രൂപത്തിലുള്ള ഒരുപാട് ബിദ്അത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും പല പള്ളികളിൽ ഫർള് നിസ്കാര ശേഷം ഒരു കൂട്ടപ്രാർത്ഥന നമ്മളൊക്കെ കാണുന്നതാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് നിൽക്കുന്ന ആള് പ്രാർത്ഥിക്കും. മഅ്മൂമീങ്ങളായ ആളുകൾ ആ പ്രാർത്ഥനക്ക് ആമീൻ പറയും. ഈ ഒരു സംഭവം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നടക്കുന്നതാണ്. ഓരോ ദിവസവും 5 വക്ത് നമസ്കാര ശേഷം പല പള്ളികളിലും നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ആള് പ്രാർത്ഥിക്കുകയും പുറകിലുള്ള ആളുകൾ അതിന് ആമീൻ പറയുന്ന സമ്പ്രദായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഇമാമായിട്ട് നിൽക്കും. അവിടുത്തെ സൊഫിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫിൽ പുരുഷന്മാരായ മുതിർന്ന ആളുകളാണ്, രണ്ടാമത്തെ സൊഫിൽ കുട്ടികളാണ്, മൂന്നാമത്തെ സൊഫിൽ സ്ത്രീകളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം പുറകിലേക്ക് നോക്കും. അങ്ങനെ സ്ത്രീകൾ പിരിഞ്ഞുപോയാൽ നമസ്കാര സ്ഥലത്തിൽ നിന്ന് എണീക്കുകയും പിറകിലേക്ക് പോയിരുന്നു കൊണ്ട് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലുകയും അതേപോലെ തന്നെ ഒറ്റക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് പ്രവാചക ചര്യ. നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് അതാണ്. ആ പ്രാർത്ഥന ചൊല്ലുന്നവനോട് വിരോധമുണ്ടായത് കൊണ്ടല്ല. അത്തരത്തിലുള്ള ഒരു കാര്യം ഇസ്ലാമിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ്. നിങ്ങൾക്കറിയുമോ, പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ആവശ്യത്തിനു വേണ്ടി ഒറ്റക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ രൂപത്തിൽ കൂട്ടമായ ഒരു പ്രാർത്ഥനാ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് ബിദ്അത്താണ്. അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ ചില പള്ളികളിലൊക്കെ കുനൂത്ത് ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ സുബഹി നമസ്കാരത്തിലും കുനൂത്ത് ചൊല്ലുന്നു. അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് പ്രമാണങ്ങളിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിശുദ്ധ ഖുർആനിൽ അവഗാഹം നേടിയ 70ഓളം സ്വഹാബിമാരെ ശത്രുക്കളായ ആളുകൾ ഒരു ചതിയിലൂടെ അവരെ വധിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ 1 മാസത്തോളം സുബഹി നമസ്കാരത്തിൽ മാത്രമല്ല എല്ലാ നമസ്കാരത്തിലും 1 മാസത്തോളം കുനൂത്ത് ചൊല്ലി. പിന്നീട് അത് ഉപേക്ഷിച്ചു. മഹാനായ അബൂ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കൻ, അങ്ങ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കൂടെ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കൂടെ ഒക്കെ നമസ്കരിച്ചിട്ടുണ്ടല്ലോ. അവരാരെങ്കിലും സുബഹി നമസ്കാരത്തിൽ മാത്രം കുനൂത്ത് ചൊല്ലിയിരുന്നോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം നൽകുന്ന മറുപടി പ്രവാചകരുടെയും അതേപോലെ തന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ
ഇവരുടെയൊക്കെ കൂടെ ഞാൻ നമസ്കരിച്ചതാണ്. അവരാരും സുബഹി നമസ്കാരത്തിൽ മാത്രമായി ഖുനൂത്ത് ചൊല്ലിയിട്ടില്ല. നോക്കൂ, സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഏകദേശം 30-ലധികം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുബഹി നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ വരെ ഹദീസുകളിലുണ്ട്. സുന്നത്ത് നമസ്കാരത്തിൽ, സുബഹിന്റെ സുന്നത്ത് നമസ്കാരത്തിൽ ചൊല്ലേണ്ട, ആ റക്അത്തിൽ ചൊല്ലേണ്ട സൂറത്തുകളെ പറ്റി വരെ ഹദീസുകളിൽ പരാമർശമുണ്ട്. അത് നന്മയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തരണമായിരുന്നു. ഒരൊറ്റ ഹദീസ് പോലും സുബഹി നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ നിങ്ങൾ ഖുനൂത്ത് ചൊല്ലുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിൽ നമ്മൾ അങ്ങനെ എണ്ണുകയാണെങ്കിൽ ഒരുപാട് കാണുവാൻ സാധിക്കും. ഇന്നും മരിച്ച സ്ഥലങ്ങളിൽ മയ്യത്തിന്റെ അരികിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അതിലെ ഓരോ പരാമർശങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകത്തിലെ ശിക്ഷകളെ പറ്റിയൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു. ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പഠിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, അർത്ഥം പഠിക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് സ്വഹാബിമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ അരികിൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞതായി ഒരൊറ്റ ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത്ര ചെറിയ നന്മ വരെ പഠിപ്പിച്ചു. നിങ്ങൾ ഒരു കാര്യം വിതരണം ആരംഭിക്കുകയാണ് എങ്കിൽ അത് വലത് കൈകൊണ്ട് ആരംഭിക്കുക. ആ ചെറിയ നന്മ വരെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, മരിച്ച സ്ഥലത്ത് പാരായണം ചെയ്യുന്നത് പുണ്യമാണ് എങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചാലാണ് ഏറ്റവും കൂടുതൽ ബിദ്അത്തുകൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടക്കുന്നത്. മരിച്ച അന്ന് രാത്രി മുതൽ 40 വരെ ആ വീട്ടിൽ മൗലിദുകൾ പാരായണം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. മരിച്ച മയ്യത്തിനു വേണ്ടി പ്രത്യേകമായ ദിവസങ്ങളിൽ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 40-ാമത്തെ ദിവസം, ആണ്ടാകുമ്പോൾ, വർഷം തികയുമ്പോൾ ഒക്കെ ആ മയ്യത്തിന്റെ പേരിൽ പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മൗലിദുകൾ ചൊല്ലുന്ന ആളുകളെ നമ്മൾ കാണാറില്ല. ഇതെല്ലാം ഇസ്ലാമികമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അനേകം ഹദീസുകൾ. ഇപ്പോഴും ആളുകൾ നിയ്യത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്ന. നവ എന്ന അറബി പദത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന ഒരു പദമാണ് നിയ്യത്ത് എന്നുള്ളത്. മനസ്സിൽ കരുതുക, ഞാനൊരു കാര്യം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനെയാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഇന്നും നമസ്കാരത്തിനു വേണ്ടി നിന്നാൽ ഉസല്ലി ഫർള എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്തുകൾ ചൊല്ലി പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. എങ്ങനെയാണ് ഒരു മനുഷ്യന് വുളൂ ചെയ്യേണ്ടത്? തല തടവേണ്ടത് എങ്ങനെയാണ്? നമസ്കാരത്തിൽ കൈ കെട്ടേണ്ടത് എങ്ങനെയാണ്? ഒരാൾ സ്വഫ് നിൽക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ എല്ലാവിധ വിഷയങ്ങളും നമ്മൾ രാവിലെ എണീച്ചത് മുതൽ തിരിച്ച് നമ്മുടെ വിരിപ്പിലേക്ക് പോകുന്നത് വരെ നമ്മളിങ്ങനെ ചാർട്ട് ചെയ്യുകയാണ് എങ്കിൽ യഥേഷ്ടം ആയിരക്കണക്കിന് സുന്നത്തുകളെ രേഖപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ അതൊന്നും ചെയ്യാതെ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ. സുന്നത്ത് തന്നെ ഉണ്ട്, എമ്പാടും ചെയ്യാൻ. ഓരോ സുന്നത്തുകളെയും നമ്മൾ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ ആയിരക്കണക്കിന് ഇസ്ലാമികപരമായ സുന്നത്തുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതന്നെ നമ്മുടെ ജീവിതത്തിൽ യഥേഷ്ടം ചെയ്യാനുണ്ട്.
എന്നിട്ട് ആളുകൾ നിയ്യത്ത് ചൊല്ലി പറയുന്ന നിയ്യത്ത് ചൊല്ലി പറയുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഹദീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത്. ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ പ്രദേശത്ത് നമ്മൾ ജോലിക്കൊക്കെ പോകും, യാത്രകൾ പോകും, ഇസ്ലാമിന്റെ പേരിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോ ആണ്, ആളുകൾ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുക. ദിക്റുകളൊക്കെ നമുക്ക് യഥേഷ്ടം ചൊല്ലാം. നമുക്കൊക്കെ ഒരുപാട് മനപ്പാടമുള്ള ദിക്റുകളുണ്ട്. നമ്മുടെ ഒഴിവ് വേളകളിൽ ദിക്റുകൾ ചൊല്ലണം. ദിക്റുകൾക്ക് പുണ്യമുണ്ട്, നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തും. ദിക്റുകൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള തിന്മകൾ അതിലൂടെ മായ്ക്കപ്പെടും. എത്ര ദിക്റുകൾ ഒരു മനുഷ്യന് ചൊല്ലാൻ സാധിക്കും അതൊക്കെ നമുക്ക് ചൊല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായിട്ടുള്ള സുന്നത്താണ്. എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. രാവിലെയും വൈകുന്നേരവും പ്രവാചകരുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലണമെന്നാണ്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആ ദിവസം നിങ്ങൾ പ്രത്യേകമായി എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാരിയ സ്വലാത്ത്, താജു സ്വലാത്ത്, അതേപോലെ തന്നെ നൂരിയ സ്വലാത്ത്, ഇങ്ങനെ പ്രവാചകരുടെ പേരിൽ ഇല്ലാത്ത സ്വലാത്തുകൾ 313 വക, 515 വക, 1000 വക, ഇത് ആളുകൾ ഇങ്ങനെ ഇരുന്ന് ചൊല്ലുകയാണ്. ഇത് നന്മയാണ് എന്ന് കരുതി, ഇത് പുണ്യമാണ് എന്ന് കരുതി, ഇതിലൂടെ ഈ സൽക്രമം ചെയ്യുന്നതിലൂടെ എനിക്ക് നന്മ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒട്ടനവധി വിദഅത്തുകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എന്ത് കണ്ടാലും ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ എന്ത് കണ്ടാലും നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് പ്രമാണങ്ങളിലുള്ളതാണോ, അതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിന് ഇസ്ലാമിക പിൻബലമുണ്ടോ? ആ ഒരു തുലാസിൽ നമ്മുടെ സൽക്രമങ്ങളെ പരിശോധിച്ചുകൊണ്ട് പ്രമാണബദ്ധമായ പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട സൽക്രമങ്ങൾ, അത്തരത്തിലുള്ള ആചാരങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുത്തൻ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗം വരുമ്പോൾ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സദ്ഗുണം എന്ന് പറഞ്ഞാൽ അവന് സന്തോഷമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഉണ്ട് തീരെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയും നടത്താത്ത ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ആളുകളിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. എല്ലാ സമയങ്ങളിലും നമ്മൾ എണീക്കുന്നത് മുതൽ തിരിച്ച് നമ്മുടെ വിരിപ്പിലേക്ക് എത്തുന്നത് വരെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒട്ടനവധി പ്രാർത്ഥനകൾ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ പരലോക വിജയത്തിനു വേണ്ടിയും പാപങ്ങൾ പൊറുക്കപ്പെടാനും രണ്ട് ലോകത്തും, ഇഹലോകത്തും പരലോകത്തും നമുക്ക് നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയും നരകമോചനത്തിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആളുകൾക്ക് ആപത്തുകൾ ഉണ്ടാകാൻ വേണ്ടി, നാശങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കെതിരിൽ പ്രാർത്ഥിക്കരുത്.
മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾക്ക് എതിരിൽ പ്രാർത്ഥിക്കുക, ശാപ പ്രാർത്ഥന നടത്തുക, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ വുളുവോടുകൂടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഖിബിലക്ക് അഭിമുഖമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഹലാലായിരിക്കണം എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സമ്പത്ത്, നാം ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളും ഹലാലായിരിക്കണം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പോളിസിയാണ്. നമ്മൾ ഏതൊക്കെ മേഖലകളിൽ എത്തിയാലും ഹലാലല്ലാത്തത് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയില്ല എന്നൊരു പ്രതിജ്ഞ ഉണ്ടായാൽ അള്ളാഹുവിന്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്നുള്ളത്. നമ്മൾ ഒന്നും നേടിയിട്ടില്ലെങ്കിലും ഹലാലായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പോളിസിയാണ്. ഹലാലായ ഒരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയെ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളുണ്ട്. ഒന്ന് രാത്രിയുടെ അന്ത്യാമങ്ങളിലാണ്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്ത് എണീച്ച് നമസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഒരു അടിമ ആ സമയത്ത് എന്താണോ പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന്. അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ബാങ്ക് കൊടുത്തു, നമസ്കാരം തുടങ്ങാൻ, ഇഖാമത്ത് കൊടുക്കാൻ കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ പെട്ടെന്ന് സ്വീകാര്യമായി തീരുമെന്ന്. സുജൂദുകളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, അതേപോലെ തന്നെ യാത്രകളിൽ, നമ്മളൊക്കെ പല രൂപത്തിലുള്ള യാത്രകൾ പോകാറുണ്ട്. ഈ യാത്രകളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ പെട്ടെന്ന് സ്വീകാര്യമായി തീരുമെന്നാണ്. ചില ആളുകളൊക്കെ ഒരു രോഗം ഉണ്ടാകും, അല്ലെങ്കിൽ പരീക്ഷണം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ഫർള് നിസ്കാര ശേഷം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയവും സന്ദർഭവുമാണ്. അത്തരം മേഖലകളിലൊക്കെ പ്രാർത്ഥിക്കാനും ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനും നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരുപക്ഷെ നമുക്കൊക്കെ മനപ്പാടമുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇഹലോകത്തും പരലോകത്തും നീ എനിക്ക് നന്മ നൽകണേ എന്ന്. 2 ലോകത്തും. അതേപോലെ തന്നെ നരകത്തിന്റെ അതികഠിനമായ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബലി പെരുന്നാൾ നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര പുറപ്പെടുകയാണ്. അതിന്റെയൊക്കെ സമയമാണ്. ഹജ്ജ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഹജ്ജിനു വേണ്ടി ആളുകൾ ഒരുങ്ങിയാണ്. നമ്മുടെ സൗദി ഗവൺമെന്റ് ഒക്കെ അതിവിപുലമായ സൗകര്യങ്ങളാണ് ഹാജിമാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങേണ്ട ഒരു സമയത്തിലേക്ക്, സന്ദർഭത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ബലികർമ്മം സംഘടിതമായി ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ഒരു ഉരുവിൽ 7ഓളം ആളുകൾക്ക് അതിന്റെ ഷെയറിൽ പങ്കെടുക്കാം
എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിലൂടെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മഹല്ലുകളിൽ അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ ഉദ്ഹിയ്യത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വർഷം ഹജ്ജിനു വേണ്ടി ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലും അതേപോലെ തന്നെ മഹല്ലുകളിൽ ഒരുപാട് ആളുകൾ ഹജ്ജിനൊക്കെ വേണ്ടി പോകുന്നുണ്ടാകും. ഹജ്ജ് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് കർമ്മം ചെയ്താൽ അവൻ പിറന്നു വീണ കുട്ടിയെ പോലെയായി തീരുമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അതുവരെ അവന്റെ ആയുസ്സിൽ എത്ര തിന്മകൾ അവൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്ത് അല്ലാഹു തആല അവൻ പിറന്നു വീണ ഒരു കുട്ടിയെ പോലെ ഒരു പാപവും ചെയ്യാത്ത രൂപത്തിൽ അവൻ ആയിത്തീരുമെന്നാണ്. അത് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നമ്മുടെ ആയുസ്സിലെ തന്നെ വലിയ സൗഭാഗ്യമാണ്. കഴിവുള്ള ആളുകൾ ഈ വർഷം അത് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അടുത്ത വർഷത്തിനു വേണ്ടി അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ്. സാമ്പത്തികപരമായി കഴിവുണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജ് കർമ്മം ചെയ്യാതിരിക്കൽ ഏറ്റവും വലിയ പാപങ്ങളിൽ കൂടി പെട്ടതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് ഗവൺമെന്റ് തലത്തിലൊക്കെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ 4 ലക്ഷം രൂപ മതിയാകും. നമ്മൾ നാളെയാകാം, അടുത്ത കൊല്ലമാകാം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ മാറ്റിവെക്കുമ്പോൾ സംഖ്യകൾ കൂടി വരും. അതുകൊണ്ട് കഴിയുന്നതും നേരത്തെ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി കഴിവുള്ള ആളുകൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും മോറൽ സ്കൂളുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചെമ്പക്കുത്ത് മഹല്ലിലെ മോറൽ സ്കൂൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ആരംഭിക്കുക. ഇന്ന് മഗ്രിബ് മുതൽ ഇനിയുള്ള 5-6 ദിവസം നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കും. ഇന്ന് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് കൂടിയുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് കുട്ടികളുടെ ആദ്യത്തെ മോറൽ ക്ലാസ് ആയതുകൊണ്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പഠന സെഷനാണ് ആദ്യത്തെ ദിവസം ഇന്ന് നടക്കുന്നത്. പരമാവധി ആളുകൾ കുടുംബസമേതം നമ്മുടെ മക്കളെല്ലാവരും ആ പ്രോഗ്രാമിൽ ഉണ്ടാകണം. ഇന്നത്തെ ക്ലാസ് ഷാഹിദ് മുസ്ലിം ഫാറൂഖിയാണ് നേതൃത്വം നൽകുന്നത്. പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണം എന്നറിയിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ 5-6 ദിവസങ്ങളിൽ പരമാവധി നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആ മോറൽ സ്കൂളിൽ എല്ലാ രക്ഷിതാക്കളും പങ്കെടുപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർമ്മങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല പുറത്തു മാപ്പാക്കി തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാഥ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹു ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا